എനിക്ക് ഈ നാറിക്ക് 2 വർത്തമാനം പറയണം. സന്തോഷ് കോട്ടയം ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു ആഭാസനെന്ന് എനിക്ക് ഇവനെ പറയാൻ പറ്റുള്ളൂ. ആണ്ടെ ഈ തെണ്ടി കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഒരു തൊലിഞ്ഞ മോന്തയായിട്ട് വന്നിട്ട് എപ്പോഴും എൻ്റെ പേജിനകത്ത് വന്ന് തന്തേലാഴി എഴുതിയിടുന്ന ഒരു നാണം കെട്ട ആഭാസൻ സന്തോഷ് കോട്ടയം. എടാ പ്രാന്ത, നിന്നെ ഞാൻ എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിനകത്തിൽ ഇട്ടേക്കുക, മനസ്സിലായല്ലോ? നീ മുഴുവട്ടെല്ലാം അവിടെ വന്ന് എഴുതി വെക്കുന്നുണ്ട്. നിനക്ക് ഒന്നാമത്തെ കാര്യം, നിനക്ക് ലോകപരിചയമില്ല, മനസ്സിലായോ? നിനക്ക് ലോകപരിചയമില്ല. അത് നിന്റെ കുറവല്ല, കാരണം നിനക്ക് വിവരവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്തത് നിന്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ അത് വലിയൊരു കുറവ് തന്നെയും കഴിവുകേടുവാണെന്ന് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? സന്തോഷ് കോട്ടയത്തിനോടാണ് ഞാൻ ഈ നാറി. ഈ നാറിയോടാണ് എനിക്ക് പറയാനുള്ളത്. എടാ നാറി, നിന്നെ കാണാൻ കൊള്ളത്തില്ലേ? ഒന്നാമതായി ഇത്തിരി കാണാനെങ്കിലും ഇത്തിരി ഭംഗി വേണം, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിയും കഴിവുമെങ്കിലും വേണം, ഒരു വിവേകം വേണം, അല്ലെങ്കിൽ സ്വയമേ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. നിനക്കിതൊന്നുമില്ല, മനസ്സിലായോ? നിനക്കെന്തുവാ നീ എന്ന മൊട്ടത്തലയന് അതൊന്നുമില്ല. കാശണ്ടി തലയന് നിന്റെ മോന്ത നോക്ക്, കാണാൻ കൊള്ളാവൂന്ന്. ഒരു തൊലിഞ്ഞ മോന്തയായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്ക്. പിന്നെ ഞാൻ എൻ്റെ പ്രാന്താശുപത്രി കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. നീ അവിടെ എഴുതി വെച്ചേക്കുന്നത്, നിനക്ക് എന്നെ പറയാമെങ്കിൽ നിന്നെ നല്ല വൃത്തിക്ക് പറയാനേ എനിക്കറിയാം. ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ ഇരട്ടി അങ്ങോട്ട് കിട്ടുമെന്നുള്ള ബോധം വേണം. എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കാൻ പോകും പോലെ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ നന്നായിട്ട് കളി പഠിപ്പിച്ച് തന്നെ വിടും. മനസ്സിലായല്ലോ? നീ ഇവിടെ എന്തുവാടാ തെണ്ടി എഴുതി വെച്ചേക്കുന്നത്? മുൻപ് കൊള്ളാമായിരുന്നു, ഇപ്പോൾ ദേവിയാണ് പൂറാണ് എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ തട്ടിപ്പ് വേഷവും ഭ്രാന്തു പറച്ചിലും ഭിക്ഷാടനവും അത്ര ശരിയല്ലെന്ന്. എടാ നാറി, നിന്റെ അടുക്കൽ എപ്പോഴാണ് ഞാൻ ഭിക്ഷ ചോദിച്ചു വന്നത്? എടാ തെണ്ടി, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ അത് ഒരു യഥാർത്ഥ ബോധത്തോടുകൂടി വേണം പറയേണ്ടത്. ഒരു യാഥാർത്ഥ്യ ബോധം വേണം. ഒരു സാമാന്യ ഒരു ബുദ്ധി വേണം. നിന്റെ അടുത്ത് ഞാൻ എന്തിനെങ്കിലും വന്നിട്ടുണ്ടോടാ തെണ്ടി? നീ ഇവിടെ എഴുതി വെച്ച് തട്ടിപ്പ് വേഷം. അതെന്തുവാടാ തട്ടിപ്പ് വേഷം? എന്റെ വേഷത്തിന് എന്തുവാടാ കുഴപ്പം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. നീ നിനക്ക് ഇഷ്ടമുള്ള വേഷമല്ലേടാ തെണ്ടി ധരിക്കുന്നത്? നിന്നോട് ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ എങ്ങാനും വരുന്നുണ്ടോ? നീ എന്തിനാണ് ആ വേഷം ധരിക്കുന്നത്? നീ എന്തിനാണ് ഈ വേഷം ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നുണ്ടോടാ അലവലാതി? ഞാൻ എനിക്കിഷ്ടമുള്ള വേഷം ധരിക്കും, എനിക്കിഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കും. അതെന്റെ സ്വാതന്ത്ര്യം. ആ വേഷം കാണുമ്പോൾ നിന്റെ സാമാനം ഇരുന്ന് പൊളക്കുന്നതിന് അതിന് ഉത്തരവാദി നീ തന്നെയാണ്. ഞാൻ എന്തുകൂടെ പിന്നെ തുണിയില്ലാതെ നടക്കണോ? തെണ്ടി തെമ്മാടി, ഞാൻ എനിക്കിഷ്ടമുള്ള നിറമുള്ള വേഷങ്ങൾ ഞാൻ ധരിക്കും. നീ നിനക്കിഷ്ടമുള്ള നിറമുള്ള വേഷങ്ങളല്ലേടാ
നായിന്റെ മോനെ നീ ധരിക്കുന്നത്? അല്ലേ? നിനക്ക് പെണ്ണും പിള്ളയുണ്ടോ? ആ പെണ്ണും പിള്ള എന്ത് വേഷമാടാ ധരിക്കുന്നത്? നീ എന്റെ വേഷത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഈ ലോകത്ത് ഞാൻ ധരിക്കുന്ന ആ നിറം പലതരത്തിലുള്ള ആളുകൾ ഈ ലോകത്ത് ഈ ഭൂമിയിൽ പലരും ധരിക്കുന്നുണ്ട്. അവരൊക്കെ ധരിക്കുന്നുണ്ട് നിന്റെ പറി വിങ്ങത്തില്. നീ ഇവിടെ പൂറെന്നുള്ള വാക്ക് എഴുതി വെച്ച്, അതേപോലെ തന്നെ തിരിച്ച് നീയും കേൾക്കാൻ അർഹനാണ്. മനസ്സിലായോ? അപ്പൊ നിന്റെ സാമാന്യം ഇരുന്ന് വിങ്ങത്തില്ലേ? ഇത്തിരി ചിന്തിക്കാനുള്ള ബോധം ഇനിയെങ്കിലും ഉണ്ടാകണം. ഒരു പെണ്ണ് സമൂഹത്തിൽ അവൾക്ക് ഇഷ്ടമുള്ള വേഷമാണ് ധരിക്കുന്നത്. ആ വേഷം തട്ടിപ്പ് വേഷമാണെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നായിന്റെ മോനെ നിനക്കുള്ളത്? നിന്റെ അടുത്ത് എന്ത് തട്ടിപ്പായിട്ടാ ഞാൻ വന്നേ? നിന്റെ വീട്ടിലെങ്ങാനും കയറി വന്നിട്ടുണ്ടോ ഞാൻ ഇന്ന് വരെ? ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രവും ധരിച്ച് ഞാൻ നിന്റെ വീട്ടിൽ ഭിക്ഷാടനത്തിന് വന്നിട്ടുണ്ടോടാ നായിന്റെ മോനെ? എടാ നായേ, ഞാൻ വന്നിട്ടുണ്ടോ? എടാ നാറി, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എനിക്കിഷ്ടമുള്ള വേഷവും ധരിച്ച് നിന്റെ മുന്നിൽ ഭിക്ഷാടനത്തിന് വന്നിട്ടുണ്ടോടാ നായിന്റെ മോനെ? പിന്നെന്തോ ഭ്രാന്ത് പറച്ചില്. നീയാണ് ഇവിടെ ഭ്രാന്ത് പറയുന്നത്. എന്റെ വാക്കുകളെ, എന്റെ വരികളെ ഭ്രാന്തെന്ന് തെറ്റിദ്ധരിച്ച് നിന്റെ ആ തലമണ്ടയുണ്ടല്ലോ, മുടിയില്ലാത്ത ആ കഷണ്ടി തലയിൽ നീ തിരികെ വെച്ചിരിക്കുന്ന വൃണങ്ങും, അതായത് ആ ചേറ് എന്ന് കഴുകി കളയുന്നുവോ അന്ന് നിനക്ക് ഗുണം പിടിക്കും കേട്ടോ. നീ ഈ ഭ്രാന്തല്ലടാ എഴുതി വെച്ചേക്കുന്നത് മുഴുവൻ. നീ എഴുതി വെച്ചേക്കുന്ന ഭ്രാന്തല്ലേ? നീ പറയുന്നത് ഭ്രാന്തല്ലേ? നീ മലയാളത്തിൽ നീ എന്തെല്ലാം വാക്കുകൾ എടുത്ത് ഉച്ചരിക്കുന്നുണ്ടോ അത് മുഴുവൻ ഭ്രാന്താടാ നാറി. അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. നീ മലയാളത്തിലാകട്ടെ ഏതൊരു ഭാഷയിലാകട്ടെ നിന്റെ ഉള്ളിൽ നിന്നും നിന്റെ മനസ്സിൽ നിന്നും നീ താണ്ടി ഈ എഴുതി വെച്ചേക്കുന്നത് വരെ ഭ്രാന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലുണ്ടാക്ക് കേട്ടോ. നീയാണ് ഇവിടെ ഒന്ന് ഭ്രാന്ത് പറയുന്നത്, ഞാനല്ല. കാരണം ഒരു മനുഷ്യനെ ഇഷ്ടമുള്ള വേഷം ധരിക്കാമെന്ന് ഇവിടെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഇഷ്ടമുള്ള വേഷം ധരിക്കാം. മനസ്സിലായോ? മാനുഷിക നിയമ പുസ്തകങ്ങളിൽ വരെ അതുണ്ട്. എന്നിട്ട് നീ എന്തോ എന്തോ പഠിക്കാനാടാ? നിനക്ക് പഠിപ്പുണ്ടോടാ? വിദ്യാഭ്യാസം ഉണ്ടോടാ? നാറി തെണ്ടി. അവന് വിദ്യാഭ്യാസവും ഇല്ല, പഠിപ്പും ഇല്ല, ഒന്നുമില്ല. അവന് എന്നോട് ഇങ്ങോട്ട് വരുന്നത്. എടാ നാറി, നീ പിന്നെ പടിവാതിക്കൽ സ്കൂളിന്റെ പടിവാതിക്കൽ പോയിട്ടുണ്ടോടാ തെണ്ടി? നീ പോയിട്ടില്ലെങ്കിൽ പോകണം, ഇനിയെങ്കിലും പോകണം. മനസ്സിലായോ? വിദ്യാഭ്യാസം ചെയ്യണം. നിന്റെ പെണ്ണുപിള്ളയോട് പറയാൻ നിന്നെ പിടിച്ചിരുത്തി ഒന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ പറ. അല്ലെങ്കിൽ നിന്റെ വീടിന്റെ അടുത്ത് ആരോടെങ്കിലും അല്ലെങ്കിൽ കൊച്ചു കുട്ടികളോട് പറഞ്ഞാലും മതി. ഞാൻ ഇവന്റെ വീടിന്റെ അടുത്തുള്ള ആരോടെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ പെണ്ണുപിള്ളയോടെ പറയുന്നത്, എന്റെ പൊന്നു പെണ്ണുപിള്ള നിങ്ങളാണെങ്കിൽ ഇവൻ നാണ്ട് എന്നും എന്റെ പേരിന്റെ അടിയിൽ വന്ന് അടയിരിക്കുക. നിങ്ങൾക്ക് കഴിവില്ലേ ഈ തെണ്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്? ഈ ലോകത്ത് ആർക്കും എന്ത് നിറമുള്ള വസ്ത്രങ്ങൾ ഇടാമെന്നും ഈ തെണ്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഈ ലോകത്ത് ഒരു മനുഷ്യന് ഇഷ്ടമുള്ള വേഷം ധരിക്കാം എന്ന് ഈ നായിന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇഷ്ടമുള്ള നിറമുള്ള വേഷങ്ങൾ ധരിക്കാം എന്ന് ഈ നായിന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്ക്.
അവൻ ഇവിടെ നിന്ന് പിച്ചും ഭ്രാന്തും ഒക്കെ പറയാ. നിങ്ങൾ അവന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലയോ? നിങ്ങൾ അവന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തായിരുന്നെങ്കിൽ ഈ തെണ്ടി എന്നും എന്റെ പേജിൽ വന്ന് ഇങ്ങനെ വന്ന് അടയിരിക്കത്തില്ലായിരുന്നു. നിങ്ങക്ക് നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഈ നാറിയെ പിടിച്ച് നിർത്ത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് പരിധി വിടുന്നുണ്ട് ഈ തെണ്ടിയെ. ഞാൻ ലാസ്റ്റ് ഇവനെ കൊണ്ടുവന്ന് എന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേക്ക ചികിത്സിക്കാൻ. എന്ന് ഇതുപോലൊരു ഡോസ് കൊടുക്കുന്നോണ്ട് അവന് ചിന്തകൾ വരും. മനസ്സിലായോ? ഞാൻ ആ പെണ്ണുമ്പിള്ളയോട് പറയുന്നത്, നിങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു ഉളുപ്പില്ലേ ഇതുപോലുള്ള അറിവ് കെട്ട നാറിയുടെയൊക്കെ കൂടെ ജീവിക്കാൻ? കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോയുടെ അടിയിലെല്ലാം പോയി ചെന്ന് ഒലിപ്പിച്ചു കൊണ്ടുവന്ന് വർത്തമാനം എഴുതി വെച്ചേക്കുക, മുൻപ് കൊള്ളാമായിരുന്നു എന്ന്. നിങ്ങളുടെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കാൻ ഇവന് നേരമില്ല. അവൻ 24 മണിക്കൂർ എന്റെ പേജിനകത്ത് അടയിരിക്കുക. അവ എന്നെ ജഡ്ജ് ചെയ്ത് വിലയിരുത്തിക്കൊണ്ട് നടക്കുക. നിങ്ങൾ അന്നേരം എന്തോ വലിക്കാനിരിക്കുമോ? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലയോ? എന്തോ വലിക്കാൻ അവൻ എന്നെ ജഡ്ജ് ചെയ്യുന്നത്? എന്തോ വലിക്കാനെ ഈ നായിന്റെ മോൻ എന്റെ പിന്നാലെ ഇങ്ങനെ കടിച്ചു കൂങ്ങി നടക്കുന്നത്? നിങ്ങൾക്ക് സൗന്ദര്യമില്ലേ? നിങ്ങൾക്ക് നല്ല മുലയില്ലേ? ചന്തിയില്ലേ? നിങ്ങൾക്ക് നല്ലൊരു ദേഹമില്ലേ? ഉണ്ടെങ്കിൽ ഈ നായിന്റെ മോനോട് പറ, നിങ്ങളുടെ മോന്തയിലും നോക്കി നിങ്ങളെ നോക്കി മര്യാദക്ക് പിള്ളേരുണ്ടെങ്കിൽ അവരെ നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലെങ്ങാനും ഇരിക്കാൻ പറ. മനസ്സിലായോ? അതെല്ലാം പോട്ടെ, ഞാൻ നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഭിക്ഷാടനത്തിന് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തട്ടിപ്പിന് ഞാൻ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തട്ടിപ്പിന് ഞാൻ വന്നിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ? പിന്നെ എന്തോ വലിക്കാൻ ഈ നായിന്റെ മോൻ വന്ന് കള്ളത്തരം എഴുതി വെച്ചേക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു ഇവനെ ഭ്രാന്ത് പിടിച്ചെന്ന്. ഇങ്ങനെ കള്ളത്തരം വന്ന് എഴുതി വെക്കില്ല. ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഭിക്ഷാടനത്തിന് വരണം. എനിക്കങ്ങനെ ഭിക്ഷ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്താണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. മനസ്സിലായോ? പിന്നെ എന്ത് ഭ്രാന്താണ് ഈ നായിന്റെ മോൻ ഇവിടെ വന്ന് എഴുതി വെച്ചേക്കുന്നത്? ഞാൻ നല്ല മനോഹരമായിട്ട് ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്, പാട്ടുപാടി ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്ത് ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ജോലി എടുത്തിട്ട് കാശ് ഉണ്ടാക്കുക, അല്ലാതെ ഞാൻ ഭിക്ഷാടനം ചെയ്തല്ല പണം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഈ നായിന്റെ മോനോട് ഇനി ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ ഞാൻ എന്താണ് ഭിക്ഷയ്ക്ക് വരുന്നത്? സങ്കല്പ ലോകത്തിരിക്കാതെ യഥാർത്ഥ ബോധത്തിലേക്ക് വരണം, യഥാർത്ഥ ജീവിതത്തിലേക്ക് വരാൻ പറ ഈ തെണ്ടിയോട്. തട്ടിപ്പ് വേഷമൊന്ന് ഇവനിടുന്ന തട്ടിപ്പ് വേഷമല്ലേ അന്നേരം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നിറം ഇട്ടാൽ അത് തട്ടിപ്പ് വേഷമാണെന്ന് ഇവനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഈ ഒരു നിറമുള്ള ഏതെങ്കിലും ഒരു നിറമുള്ള വസ്ത്രങ്ങൾ ഇട്ടാൽ അതെല്ലാം എങ്ങനെ തട്ടിപ്പ് വേഷമാകും? ഈ തെണ്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് ഈ നാറിക്ക് മനസ്സിലാവുന്നില്ല. അറിവുള്ളവർ ഇവനെ നന്നായിട്ടൊന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. അണ്ട് ഇതാണ് ഇവന്റെ മോന്ത. അവന്റെ വീട്ടിലെ അമ്മയോ പെങ്ങളോ മോളോ മക്കളോ എങ്ങാനോ ഉണ്ടെങ്കിൽ ഈ നായിന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, അവന്റെ വീട്ടിൽ എന്നാണ് ഞാന് ഭിക്ഷാടനത്തിന് ചെന്നേന്ന്. അപ്പൊ ഇത് ഭ്രാന്ത് പുലമ്പുക. എന്നിട്ട് പറയും ഞാനാണെന്ന് പോലും ഭ്രാന്ത് പുലമ്പുന്നത്. അവന്റെ ഭ്രാന്തല്ലേ ഈ എഴുതി വെച്ചേക്കുന്നത്?
മനസ്സിൽ തോന്നുന്ന എന്ത് തോന്നിയാസം ഇവിടെ വന്ന് എഴുതി വെക്കാവുന്നതാണോ? അങ്ങനെ എഴുതി വെക്കുമെങ്കിൽ തിരിച്ചങ്ങോട്ടും കിട്ടും. അത് വാങ്ങിക്കാനുള്ള ചങ്കുറപ്പും കൂടെ വേണം. ഇങ്ങോട്ട് പറഞ്ഞാല് അതിന്റെ ഡബിൾ ഇരട്ടി അങ്ങോട്ട് പറയും ഞാന്. മനസ്സിലായോ? എനിക്കിഷ്ടമുള്ള വേഷം ധരിക്കുന്നു, എനിക്കിഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നു. അത് എന്റെ ഇഷ്ടമാണ്. മാനുഷിക നിയമങ്ങളിൽ അത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള വേഷങ്ങളാണ് ധരിക്കുന്നത്. ഇനി മാനുഷിക നിയമങ്ങളിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി എല്ലാവരും ഭരണഘടന എടുത്ത് നോക്കി വെച്ചിട്ടാണോ ജീവിക്കുന്നത് ഇവിടെ? ഈ തെണ്ടി ഭരണഘടന എന്നും എടുത്ത് വായിച്ചിട്ടാണോ ഓരോ ദിവസവും എണീക്കുന്നത്? അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വിവരദോഷി ഇവിടെ വന്ന് ഇത്തരം വർത്തമാനം പറയില്ലായിരുന്നു. എല്ലാ മനുഷ്യരും രാവിലെ എണീക്കുമ്പോഴേ ഭരണഘടന എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടാണോ എണീക്കുന്നത്? അവനാ തട്ടിപ്പ് വേഷം ഇട്ടോണ്ട് നടക്കുന്നത്, ഞാനല്ല. അതാണ് എന്തൊക്കെ ഭ്രാന്തികളാ എന്നും വന്ന് എന്റെ പേജിനകത്ത് വന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ എഴുതി വെക്കുന്നത്. ഒരു പെണ്ണിനോട് പറയേണ്ട വാക്കുകളാണോ ഇതൊക്കെ? ദേവിയാണ്, പൂറാണെന്ന് പോലും. എനിക്ക് ദേവി എന്ന് പേരിട്ടാൻ ഇവനെന്തോ കൊള്ളുന്ന? അവൻ സന്തോഷ് കോട്ടയം എന്ന് പറഞ്ഞോണ്ട അവന്റെ പേര്. എനിക്ക് കൊള്ളുന്നില്ലല്ലോ. അവന്റെ ഫേസ്ബുക്കിന്റെ അടിയിലൊന്നും ഞാൻ പോയി എഴുതിയിരുന്നില്ല, നീ എന്തിനാണ് നാറി തെണ്ടി സന്തോഷ് കോട്ടയം എന്ന പേരിട്ടോണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ ചെല്ലുന്നില്ല. അപ്പൊ എന്റെ പേര് ദേവി എന്നുള്ള എന്റെ പേര് കാണുമ്പോ ഈ നാറിക്ക് എന്താ ഇത്ര വലിയ ഇളക്കം? അവന്റെ സാമാനത്തിന് അവന്റെ പറക്ക് എന്താ ഇത്ര വലിയ ഇളക്കം? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ തെണ്ടിയെ. അതുപോലെ തന്നെ ഇനി ഇവര് ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയോട് ഞാൻ പറയാണ്, നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ ഭർത്താവിനെ അടക്കി ഒതുക്കി നിർത്തിക്കണം. അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് മര്യാദയ്ക്ക് അടക്കി ഒതുക്കി നിർത്തിക്കണം. അല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം വായിലിരിക്കുന്ന തെറിയും ആക്ഷേപവും എല്ലാം നിങ്ങളുടെ ഭർത്താവ് വാങ്ങിച്ചു കൂട്ടും. നിങ്ങളും വാങ്ങിച്ചു കൂട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ളതിന് അവൻ എന്റെ പേജിനകത്ത് വന്ന് എഴുതി വെച്ചേക്കോ മുമ്പ് കൊള്ളായിരുന്നെന്ന്. അവനെന്തിനാ എന്നെ വിലയിരുത്തുന്നത്? എനിക്കിഷ്ടമല്ല ഇത്തരം നാറുകള്, ഇത്തരം വിദ്യാഭ്യാസം ഇല്ലാത്ത ബുദ്ധികെട്ട കിഴങ്ങന്മാരെ എന്നെ വിലയിരുത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്പം ബുദ്ധിയും വിവരമുള്ളവർ ഇങ്ങനെയൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത് ബുദ്ധിയും വിവരവും ഇല്ലാത്ത കിഴങ്ങന്മാരൊക്കെ വന്ന് പഠിപ്പില്ല, പത്രാസില്ല, യാതൊന്നുമില്ല, കാണാനും കൊള്ളത്തില്ല, തലയ്ക്കകത്തിൽ ഒരു പിടി രോമം പോലും ഇല്ല. ഇവനൊക്കെ എന്നെ വന്ന് അത് പഠിപ്പുണ്ടോ? എന്റെ അത്രയും പഠിപ്പ് പോലും ഇല്ല ഈ നാറിക്ക്. അവനൊക്കെ എന്നെ ഇങ്ങനെ വിലയിരുത്തുമ്പോ എനിക്ക് നാണക്കേടുണ്ട്. എനിക്ക് നാണവമാനമുള്ള കൂട്ടത്തിലാ. വലിഞ്ഞേറി വന്നേക്കുക ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി. ഒരല്പമെങ്കിലും വിവരം വേണം, വിദ്യാഭ്യാസം വേണം. അത് ഇല്ലാത്തവന്മാര് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വാലെ തൂങ്ങി നടക്കരുത്. ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാർക്കിച്ച് തുപ്പും. ഞാൻ ഇവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയേക്കുക. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നാറിയ വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വരും. സഹി കേട്ടപ്പോൾ ഞാൻ ഇവനെ പിടിച്ച് എന്റെ യൂട്യൂബ് ചാനലിനകത്തില് മെന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അതിൽ കൊണ്ടുവന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഭ്രാന്തനെ ഇവന്, പക്ക ഭ്രാന്തൻ. വീണ്ടും ഭ്രാന്തും പറഞ്ഞോണ്ട് അവിടെ നിന്ന് ചാടിയാണ്ട് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവ
രാവിലെ എന്തുവാ ഇന്ത്യൻ ഭരണഘടനയും എടുത്തു നോക്കിക്കൊണ്ടാണോ അവനെ എണീക്കുന്നത്? അവൻ എന്തോ ഓരോ വേഷം ഇടുന്നത് ആൾക്കാരെ തട്ടിപ്പിനും വെട്ടിപ്പിനും നടക്കുവാന്നോ? ഒരു കാര്യം പറയുമ്പോ അല്പമെങ്കിലും ബോധം വേണ്ടേ? തട്ടിപ്പ് എന്റെ വേഷത്തിന് എന്താ കുഴപ്പം? കടകളിൽ വെച്ചിരിക്കുന്നത് വിൽക്കാനുള്ള വസ്ത്രങ്ങൾ തന്നെയല്ലേ ഞാൻ എടുത്തണിയുന്നത്. അപ്പൊ കടക്കാരൊക്കെ എന്തോ തട്ടിപ്പുകാരാന്നോ? കടയിലിരിക്കുന്ന വസ്ത്രങ്ങള് വിൽക്കുന്നവർ മുഴുവൻ എന്തോ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണോ? വസ്ത്രത്തിന്റെ നിറത്തെ വരെയാണ് ഈ തെമ്മാടി ഇരുന്ന് പറയുന്നത്. തട്ടിപ്പ് വേഷമെന്ന് പോലും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷവിധാനം ചെയ്യും, ഇഷ്ടമുള്ള നിറമിടും. ഞാൻ ഇന്ത്യൻ ഭരണഘടനയൊന്നും നോക്കിയിട്ടൊന്നുമല്ല അതൊക്കെ ചെയ്യുന്നത്. എന്റെ തൊലിക്കിണങ്ങുന്ന എനിക്കിഷ്ടപ്പെടുന്ന വേഷങ്ങൾ ഞാൻ ധരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ നാറിക്ക് ഇഷ്ടമുള്ള വേഷങ്ങളും ധരിച്ചുകൊണ്ട് നിങ്ങൾ അവന്റെ അടുത്ത് എപ്പോഴും ചെന്ന് ഇരിക്കുകയോ കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അവൻ കണ്ട പെണ്ണുങ്ങളുടെ വേഷത്തെ പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും ഈ തെണ്ടി. മുമ്പ് കൊള്ളായിരുന്നു, ഇപ്പൊ എന്തോടാന്നറിയ എന്റെ വേഷത്തിന് കുഴപ്പം? എനിക്ക് ഇഷ്ടമുള്ള എന്റെ തൊലിക്ക് ചേരുന്ന വേഷങ്ങൾ ഞാൻ ഇടുന്നു. നിനക്കെന്തുവാ? നിന്റെ സാമാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ പെണ്ണുപിള്ളക്ക് നിനക്ക് ഇഷ്ടമുള്ള വേഷം വാങ്ങിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ നിന്റെ ദേഹത്തണി. നിന്റെ വീട്ടിലേക്ക് ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നിട്ടുണ്ടോ തെണ്ടി സന്തോഷ് കോട്ടയം? എനിക്ക് ദേവിയെന്നിടും, ചിലപ്പം ദിവ്യെന്നിടും, ചിലപ്പം ദിവ്യ നാഗ സൈരന്തി ദേവിയെന്നിടും. അത് എന്റെ ഇഷ്ടമാ. ഈ ലോകത്തുള്ള പലർക്കും ദേവിയെന്നിട്ടിട്ടുണ്ട്. അവരെയൊന്നും നീ പോയി നിനക്ക് ചൊറിയണ്ടേ? എടാ നായിന്റെ മോനെ, എത്രയോ ദേവിന്ന് സർട്ടിഫിക്കറ്റ് നെയിമുള്ള എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. നിനക്കെന്തോ അവരുടെ ഒന്നും മേളിൽ കയറണ്ടേ നിനക്ക്? എന്റെ പേര് മാത്രം കാണുമ്പോഴാണോ നിന്റെ പുഞ്ഞാനി ഇരുന്ന് അരയ്ക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. സന്തോഷ് കോട്ടയം അണ്ടേ, ഇവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അവന് മാത്രം അങ്ങ് വിങ്ങി വരുക തട്ടിപ്പ് വേഷം. അവനെ ആരൊക്കെ ഇട്ട്, ഒന്നുകിൽ അവന്റെ പെണ്ണുമ്പിള്ളയായിരിക്കും, ഇവനെ ഇട്ട് നന്നായിട്ടിട്ട് പറ്റിക്കുന്നുണ്ട്. ആ പറ്റിയില് എടാ നിന്റെ പെണ്ണുമ്പിള്ളയായിരിക്കും നിന്നെ നന്നായിട്ട് പറ്റിച്ചോണ്ടിരിക്കുന്നത്. തട്ടിപ്പ് വേഷം നടത്തി നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ സ്വയം ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ആരെങ്കിലും ഒക്കെ തട്ടിക്കുന്നു. മനസ്സിലായോ? നീയാണ് തട്ടിപ്പ് നടത്തുന്നത്. നീയാണ് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്നത്. എന്നിട്ട് അത് നീ നാഗസൈരന്തിയുടെ പേരും പറഞ്ഞങ്ങ് ചുമത്തിയേക്കുക. എനിക്കൊരു നല്ലൊരു നിറം ഇടാൻ പറ്റില്ല, വേഷം ധരിക്കാൻ പറ്റില്ല. അപ്പോഴേ ഈ തെമ്മാടി അവിടെ വരും വലിഞ്ഞു കയറി. എന്തോ വലിക്കാനാ? നാണോ മാനമില്ലേ ഇവന്? കഴിഞ്ഞ ദിവസം ഇതുപോലായിരുന്നു. ഒരാള് വീഡിയോയുടെ അടിയിൽ വന്ന് തെമ്മാടിത്തരം എഴുതി വെച്ച്, പിന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് അത് ഞാനല്ല മറ്റാരോ എന്റെ ഫോട്ടോയും വെച്ച് ചെയ്തതാണ്, അതങ്ങ് ഡിലീറ്റ് ചെയ്യാവോ, പേജിനകത്ത് കിടക്കുന്ന മറ്റേ സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവോ എന്ന്. അവരുടെ നാട്ടിലൊക്കെ അത് അറിഞ്ഞ് ഭയങ്കര നാണക്കേടാണ്, വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ അയാൾ വന്ന് പറഞ്ഞു.
ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരണം അവരുടെ വീട്ടിലും നാട്ടിലും അവരുടെ ബന്ധുക്കളും പിന്നെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തേക്കും ഒക്കെ അത് ഷെയർ ചെയ്തു പോയി ആ വീഡിയോ. അയാൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞ് കളിയാക്കുക അവരുടെ കുടുംബത്തെ ഒട്ടാകെ. ഇവന് അങ്ങനെ ഉണ്ടാക്കി വെക്കുമല്ലയോ? ഇങ്ങനെയൊക്കെയാണ് ഒരു പെണ്ണിന്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡബിൾ അവന് കേൾക്കും. അവന്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴാ തട്ടിപ്പിന് ചെന്നത്, വെട്ടിപ്പിന് ചെന്നത്? എപ്പോഴാണ് ഞാൻ ചെന്നത്? പ്രാന്ത് പറച്ചില്ലെന്ന് പോലും. നീ എഴുതി വെച്ചേക്കുന്ന പ്രാന്തല്ലേ? ഒരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം സംസാരിക്കേണ്ടത്. ഇങ്ങനെ നീ ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമാണ്. നിനക്കൊരു തൊലിഞ്ഞ പേരുണ്ടല്ലോ, സന്തോഷ് കോട്ടയെന്ന്. നിന്റെ പേര് കാണുമ്പോ എനിക്ക് എങ്ങും വിങ്ങല് വരുന്നില്ലല്ലോ. എന്നെ ദേവിന്ന് പറയുമ്പോ മാത്രം നിനക്ക് എന്തോ ഇത്ര വലിയ വിങ്ങല്? ഞാൻ എനിക്കല്ലേ ദേവിന്ന് പേരിട്ടേക്കുന്നത്. അപ്പൊ നിന്റെ തങ്ക എന്തിനാ കിടന്ന് ഇടിക്കുന്നത്? ഈ ലോകത്ത് എത്രയോ ആളുകളുടെ സർട്ടിഫിക്കറ്റ് നെയിം ദേവി എന്നാണ്. ഒരു വാലിന്റെ അറ്റം പോലെ ദേവി എന്ന് കൊടുക്കും. അതൊന്നും കാണുമ്പോ നിനക്ക് നിന്റെ സാമാനം നിന്റെ കുഞ്ഞാണി ഇരുന്ന് അരയ്ക്കത്തില്ലേ? എനിക്ക് ദേവി എന്നുള്ള പേര് മാത്രം ഇടുമ്പോഴേ നിന്റെ സാമാനത്തിന് എന്തുകൂടാ ഇത്ര വലിയ അരപ്പ്? നിന്നെ കാണാൻ കൊള്ളാവോ? ഇല്ല. മൊട്ട തലയാ, കഷണ്ടി തലയാ. നിന്നെ ഞാൻ എന്റെ മെന്റൽ ഹോസ്പിറ്റലിനകത്ത് ഇട്ടേക്കുക. ഇത്രയെങ്കിലും ബുദ്ധിയും ബോധവും ഉണ്ടോ? അതുമില്ല. ഇത്രയെങ്കിലും ബുദ്ധിയോ ബോധമോ കഴിവോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് എഴുതി വെക്കുവോ? തട്ടിപ്പ് വേഷം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊന്ന് വേഷം? ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത്, അതെന്റെ ഇഷ്ടമാണ്. നീ നിനക്ക് ഇഷ്ടമുള്ള വേഷങ്ങളല്ലേ ധരിക്കുന്നത്, നിറമല്ലേ ധരിക്കുന്നത്. എന്റെ തൊലിക്കനുസരിച്ച വേഷം ഞാൻ ധരിക്കും. എനിക്ക് ചേർച്ച തോന്നുന്ന വേഷങ്ങള് ഞാൻ അണിയും. ഞാൻ വലിക്കാനല്ല, പിന്നെ എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കാനും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സുഖിക്കാനും ഒക്കെയാണ്. മനസ്സിലായോ? നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്തിനെങ്കിലും കയറി വരുന്നുണ്ടോ? നിന്നെ എന്റെ ജീവിതം ഏതെങ്കിലും രീതിയിൽ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ വേദനയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് എഴുതിയിടുന്നത്? ഇങ്ങനെ എഴുതിയിടുമ്പോൾ തിരിച്ചങ്ങോട്ട് കിട്ടുന്നതും കൂടെ വാങ്ങിക്കാനുള്ള ഹൃദയവിശാലതയും ചങ്കുറപ്പും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവന്മാര് മാത്രമേ ഇതുപോലെ വന്ന് എഴുതിയിടാവൂ. നിനക്കത് നിന്റെ പെട്ടെമ്പിള വീട്ടിലില്ലയോ? എല്ലാ വേഷവും നല്ലതാന്നാകമ്മ. ഷിജി, എല്ലാ വേഷവും നല്ലതാണ് മോളെ. പക്ഷെ ഈ നായിന്റെ മോനൊക്കെ അത് മനസ്സിലാക്കത്തില്ല. നാഗ, ഇതുപോലെ വൃത്തികെട്ടവന്മാർക്ക് മറുപടി പറയാതെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയും. അതല്ല, എനിക്ക് ഇതുപോലെയുള്ള തെമ്മാടികൾക്ക് മറുപടി പറയണം മോനെ. അതല്ല എന്നുണ്ടെങ്കിൽ കാരണം എന്തെന്ന് വെച്ചാല് ഈ തെണ്ടികളാണ്ട് ഇങ്ങനെ എഴുതിയിട്ട് എന്നെ ഈ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഈ തെണ്ടികൾ ഇങ്ങനെയൊക്കെ വന്ന് എഴുതി വെക്കുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യര് അത് കേട്ട് വിശ്വസിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്റെ വീട്ടിലെ എന്റെ ഓരോ അംഗങ്ങൾക്കും വന്ന് സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പോലീസ് സ്റ്റേഷനും കോടതിയും വരെ കയറി ഇറങ്ങേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഈ നായിന്റെ മക്കള് കാരണം. മനസ്സിലായോ? ഈ നായിന്റെ മോനെ ഇതുപോലുള്ള കുറെ തെമ്മാടികൾ കാരണം. കാരണം സാധാരണപ്പെട്ട മനുഷ്യർക്ക് എന്റെ അറിവോ ബോധമോ ചിന്തയോ ഒന്നും തന്നെ ഇല്ല. എന്റെ അറിവോ
എന്റെ ചിന്തയോ എന്റെ പരിജ്ഞാനമോ എന്റെ ലോകവിവരമോ ഇവർക്കില്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ വിഡ്ഢിത്തരങ്ങളും ഭ്രാന്തുകളും വന്ന് എഴുതി വെക്കും. അത് മറ്റുള്ളവർ കണ്ട് കേട്ട് ഇവന്മാരെ പോലുള്ളവർക്ക് അങ്ങ് ഓക്കെ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയാം. അങ്ങനെ എന്റെ വീടുകളിലേക്ക് ആളുകൾ ചോദിക്കാനും പറയാനുമായിട്ട് വരിവരിയായിട്ട് വരാൻ തുടങ്ങും. അതെന്റെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെ ബാധിക്കുന്നത്. ഈ നാറുകൾ ഇങ്ങനെ വന്ന് എഴുതി വെക്കുമ്പോഴേ അത് ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എത്രമാത്രം കോടതിയും എത്രമാത്രം പോലീസ് സ്റ്റേഷനുകളൊക്കെ ഞാൻ വെറുതെ കയറി ഇറങ്ങിയെന്നറിയാവോ? ഇതുപോലെയുള്ള തെമ്മാടികൾ കാരണം. നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്ക് നല്ല വിഷമവും ദേഷ്യവും ഒക്കെയുണ്ട്. വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. എന്റെ അത്രയും ഉള്ള കഴിവോ ജ്ഞാനമോ പരിജ്ഞാനമോ ഈ തെമ്മാടികൾക്കില്ല. അങ്ങനെ വന്നിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ എഴുതി വയ്ക്കുമ്പോൾ മറ്റുള്ളവർ ഇവരുടെ വാക്കുകളെ ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് വിലയിരുത്തും. ഇതുപോലെയുള്ള അറിവുകെട്ടവരാണ് കേരളത്തിലുള്ളത്. ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിടുമ്പോഴേ അല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞു വെക്കുന്നതെന്നുള്ള കഴിവ് വേണം. ഞാൻ എനിക്കിഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കുന്നു, നിറമുള്ള വേഷങ്ങൾ ധരിക്കുമ്പോഴേ അത് എങ്ങനെയാണ് തട്ടിപ്പ് വേഷം ആവുന്നതെന്നാണ് എനിക്കറിയാൻ മേലാത്ത. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു വേഷം ഇട്ട്, നിറമുള്ള ഒരു വേഷം ഇട്ട്, എന്റെ തൊലിക്ക് ഇഷ്ടമുള്ള ഒരു വേഷം, ആ വേഷം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈവ് കാണുന്ന ഇത്രയും പേരെയും എങ്ങനെയാണ് നിങ്ങൾക്കത് തട്ടിപ്പ്? നിങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് തട്ടിപ്പറിക്കുന്നത്? നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് തട്ടിപ്പറിക്കാനാണ്? ഞാൻ എനിക്കിഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കുവാണ്. അത് എന്താണ് നിങ്ങളിൽ നിന്ന് ഞാൻ തട്ടിപ്പറിക്കുന്നത്? അഥവാ ആ വേഷം ഇട്ടു എന്ന് കരുതി നിങ്ങൾ എന്താണ് എനിക്ക് കൊണ്ടുതരുന്നത്? ഒന്നും കൊണ്ടുതരുന്നില്ല. അതല്ലേ സത്യം? സത്യം പറ, അതല്ലേ സത്യം? നിങ്ങൾ ആരും എനിക്കൊന്നും കൊണ്ടുവരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിയുകയാണ്. ഒരു വേഷം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്തുവാ ആ വേഷത്തെ കണ്ട് നമുക്കെന്തോ ഏതാണ്ടൊക്കെ ഇങ്ങ് കൊണ്ടുതരുവോ? ഒരു വസ്ത്രം ഇട്ടാൽ എന്തുവാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ഇടുന്നു, ആ വസ്ത്രം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയോ അങ്ങ് വാരിക്കോരി തരുമോ? ഇത്തരത്തിലുള്ള ചീഞ്ഞ ചിന്താഗതിയെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ചിന്താഗതിയെ ഇനിയെങ്കിലും അതിന് മാറ്റം വന്നില്ലെങ്കിൽ കേരളം അന്ധകാരത്തിലായി പോകും. ഈ കേരളത്തിൽ കുറച്ചെങ്കിലും മാറ്റം കൊണ്ടുവന്നത് ഞാനാണ്. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇത്തരത്തിലുള്ള തെമ്മാടികൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോ പിന്നെ ഓരോ ഇടത്തും ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങിരിക്കും. അപ്പൊ അതിനെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട്. എന്താ ചെയ്യ? തട്ടിപ്പ് വേഷം. ഇപ്പൊ ആരെങ്കിലും തലയ്ക്ക് വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു കോന്തനോ കൊന്തിയോ അത് കാണുന്നതാണ് ഇവന് കുറെ ലൈക്ക് അങ്ങ് ചെയ്യില്ല. അവനങ്ങ് പരമാനന്ദ സുഖം കയറും. അപ്പൊ ആൾക്കാര് ഇന്ന വേഷം തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് പിന്നെ അങ്ങ് പറച്ചിലും അങ്ങ് തുടങ്ങും. ഇവിടെ ഏത് വേഷമാണ് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വേഷം? ഏത് നിറമാണ് തട്ടിപ്പും വെട്ടിപ്പും? ഏത് വസ്ത്രത്തിന്റെ നിറമാണ് തട്ടിപ്പും വെട്ടിപ്പും? നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ആലോചിക്ക്. ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് ഒരു മാറ്റം കുറിക്കും നിങ്ങള്. ഈ കേരളത്തിന് പുതിയ മാറ്റങ്ങളും ചിന്തകളും എല്ലാം കൊണ്ടുവന്നത് ഗുരുനാഗ സൈരന്ധ്രി ദേവി തന്നെയാണ്. അല്ലെന്ന് പറയാമോ?
ഒരു വേഷം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ തട്ടിപ്പാകും, വെട്ടിപ്പാകും? ഒരു വേഷം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട്, വേഷം പോട്ടെ, ഒരു വസ്ത്രത്തിന്റെ നിറത്തെയാണ്, വസ്ത്രമല്ല, അതിന്റെ നിറമാണ് ഇവർക്കൊക്കെ കുഴപ്പം. അതുപോലെ തന്നെ ഒരു പേര്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിടുമ്പോഴേ മറ്റൊരാൾക്കാണ് അതിന്റെ ചൊറിച്ചില്. ഇതൊക്കെ എന്ത് നാടാണ്, എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ? നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്കൊരു പേരിടുന്നു, എനിക്ക് എന്നിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതെന്താണ്? എന്റെ ക്വാളിറ്റി അതാണ്. നിങ്ങൾക്കൊക്കെ പല പേരുകളാണുള്ളത്, എന്നിട്ട് യാതൊന്നും തോന്നുന്നില്ലല്ലോ. ഈ കിഴങ്ങിന് എഴുതി വെച്ചേക്കുന്നു ദേവി. അവൻ ആ പേര് കണ്ടപ്പോ അവൻ ദേവി എന്നുള്ള പേര്, അത് തട്ടിപ്പാണ്. എത്രയോ ആളുകൾക്ക് ഇവിടെ ദേവി എന്ന പേരുണ്ട്. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിനെയും ഈ വിവരദോഷികളെയൊക്കെ എടുത്ത് ഞാൻ എന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേക്ക് ചികിത്സിപ്പിക്കുക. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ ഉണ്ടായി കാണും അല്ലേ? എനിക്കറിയാം, ഉണ്ടായിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിറമിടുന്നു, വേഷമിടുന്നു, ആഭരണങ്ങൾ ഇടുന്നു. ഈ തെണ്ടിക്ക് എന്താണ് കാര്യം? ഒന്നുകിൽ അവന്റെ വേഷത്തെ അല്ലെങ്കിൽ അവൻ എന്തോ തുണി, ഞാൻ ഇനി എന്തോ തുണിയില്ലാതെ നടക്കണോ? അവന്റെ വീട്ടിലെ പെണ്ണുമ്പിള്ള ഉണ്ടെങ്കിൽ അവന് തുണിയില്ലാതെ നടക്കട്ടെ, വേഷം ഇടണ്ട, തുണിയും പറിച്ചു കളഞ്ഞിട്ടങ്ങ് നടക്കട്ടെ, അവനും അങ്ങനെ അങ്ങ് നടക്കട്ടെ. സന്തോഷ് കോട്ടയം, ആലവലാതി. ഭിക്ഷാടനം പോലും നിന്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനെങ്കിലും വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ പറയാം. ഇനി അഥവാ ഭിക്ഷാടനം ചെയ്തു എന്നിരിക്കട്ടെ, ഈ ലോകത്ത് എത്രയോ ഇടങ്ങളിൽ ഭിക്ഷാടനം ചെയ്യുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള രാജ്യങ്ങളിലെ എത്രയോ അടുത്ത് ഭിക്ഷാടനം ചെയ്യുന്നു. ഈ കേരളത്തിൽ തന്നെ ഭിക്ഷാടകരുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിനി ഭിക്ഷ എടുക്കുന്നു എന്ന് കരുതട്ടെ, അവൻ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റുമോ? അവൻ എന്തോ ഭിക്ഷ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെന്തോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ വെച്ച് നീട്ടി തരുമോ? നാഗോ ഭിക്ഷ എടുക്കുവല്ലേ, ഇനി ഭിക്ഷ എടുക്കല്ലേ, ഇതിരിക്കട്ടെ കയ്യില് എന്നും പറഞ്ഞുകൊണ്ട് അവന് എന്നെ സംരക്ഷിക്കാൻ ഈ തെണ്ടിക്ക് പറ്റുമോ? എന്റെ പട്ടിണി മാറ്റാൻ ഈ നാറിക്ക് പറ്റുമോ? എന്റെ ദാരിദ്ര്യം മാറ്റാൻ ഈ തെമ്മാടിക്ക് പറ്റുമോ? എന്റെ അല്ലല് മാറ്റാതെ ഈ തെണ്ടിക്ക് പറ്റുമോ? ഇല്ല. ഞാൻ അന്തസ്സായിട്ട് ഇവിടെ ജോലി ചെയ്ത കാശുണ്ടാക്കുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ച ഒരാളാണ്. ആ പഠിപ്പിലൂടെ ഞാൻ ഏതെല്ലാം മേഖലകളാണോ എടുത്തു പഠിച്ചത് ആ മേഖലയിലൂടെയൊക്കെയും ഞാൻ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ഞാൻ ജോലി ചെയ്താ ജീവിക്കുന്നത്. അത് ഈ തെമ്മാടിക്കറിയാമോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തത വേണം. നാറി, തെമ്മാടി, തെണ്ടി.